ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞിടക്ക് പോയിരുന്ന അർത്തുങ്കൽ പള്ളിയുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. ഇതിന്റെ ശരിക്കും നാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നുള്ളതാണ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഇത് പണിതത്. ഈ ദേവാലയം പണിതത് പോർച്ചുഗീസുകാരാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഈ അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷമായിട്ട് നടത്താറുള്ളത്. അപ്പോൾ ഇത് ആ പള്ളിയുടെ ഉള്ളിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു പീസ്ഫുൾ മൈൻഡൊക്കെ ആകും. കാരണം അത്ര ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഫുള്ള് ഈ വുഡിൻ്റെ ഇൻറ്റീരിയറാണ് ചെയ്തേക്കുന്നത്. വളരെയധികം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷനാണ്. സോ ആ ഒരു പഴമയുടെ ഭംഗി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അത്രയും ഒരു ഭംഗിയുള്ളൊരു പള്ളിയാണ്. ഒരു പഴമയുടെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതായിരുന്നു പള്ളിയുടെ അൾത്താരയും അതെ വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു അൾത്താരയാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം, വളരെ സ്പേഷ്യസ് ആണ്. അതായത് ഒരുപാട് സ്പേസ് ഉണ്ട് ഉള്ളിലൊക്കെ ആണെങ്കിലും. ഇവിടെ അരങ്ങേറുന്ന മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചേർത്തല പ്രദേശത്തുള്ള അയ്യപ്പ ഭക്തന്മാർ ശബരിമല തീർത്ഥാടനത്തിന് ശേഷം, അതായത് മണ്ഡലകാലമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശബരിമലയിൽ പോകും. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തിന് ശേഷം നേരെ വന്ന് അർത്തുങ്കൽ പള്ളിയിലെ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തിയിട്ടാണ് അവർ നേർച്ചകൾ സമർപ്പിച്ച് അവരുടെ മാല ഊരുന്നത്. അതായത് മാല ഊരി പള്ളിയിൽ ആണ് മാല ഊരിയിട്ട് അവർ പോകുന്നത് തിരിച്ച് വീടുകളിലേക്ക്. അപ്പോൾ അതിവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ ഒരു മണ്ഡലകാലം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് പുരാതനമായ അർത്തുങ്കൽ പള്ളിയുടെ പിന്നിലെ ചരിത്രം എന്താണെന്ന് നോക്കാം. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്ന മൂത്തേടത്ത് രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദൈവാലയത്തിന്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനത്തിനു ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിന്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദൈവാലയം പണിയുന്നതിനായി മൂത്തേടത്ത് രാജാവിന്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദൈവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തന്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദൈവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് നവംബർ 30 ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യ വികാരി. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനിഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താൽപര്യപ്പെടുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ഫെനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു. ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്ത അച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു. വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത്. 1632 ഫാദർ ഫെനിഷ്യോ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായ രീതിയിൽ പുനർനിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത്. ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്.
പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത്. കേരളത്തിലെ 7ാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും മൈനർ ബസിലിക്കയാണ് അർത്തുങ്കൽ. ഇവിടുത്തെ തിരുനാളിന്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു. കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത്. അവർ അടുത്തുള്ള കടൽ തീരത്തു നിന്ന് പള്ളി വരെ മുട്ടിൽ ഇഴഞ്ഞ വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യാവശ്യങ്ങളുടെയും അമ്പ്, വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു. ജനുവരി 20 പ്രധാന തിരുനാൾ.